നമസ്കാരം. അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മം നിലനിർത്താനായി ശ്രീമൻ മഹാവിഷ്ണു അവതാരമെടുക്കുമെന്നാണ് ഹിന്ദു പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പത്മപുരാണത്തിൽ ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാരമായ വരാഹാവതാരം പിറവിയെടുത്ത സ്ഥലമെന്നും ഭൂമിയുടെ നടുഭാഗം അതായത് സെന്റർ പോയിന്റ് ഇവിടെയാണെന്നും പരാമർശിക്കുന്ന ഒരു വിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു ജഗത് രക്ഷക പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ തിരുവയ്യാർ കുംഭകോണം റൂട്ടിൽ ആടുതുറയ്ക്കടുത്ത് തിരുക്കൂടലൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. സീർകാഴിക്കടുത്തുള്ള ആടുതുറയല്ല ഇത്. ഇവിടെ മൂലവർ ശ്രീമൻ മഹാവിഷ്ണു, ജഗത് രക്ഷകർ, ആടുതുറ പെരുമാൾ, വയ്യങ്കാത്ത പെരുമാൾ, ഉയ്യവന്താർ എന്നീ നാമങ്ങളിലും ശ്രീ മഹാലക്ഷ്മി, പത്മാസിനി, പുഷ്പകവല്ലി എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. 108 ദിവ്യദേശങ്ങൾ അഥവാ 108 വൈഷ്ണവ തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 8ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാർകളിൽ തിരുമങ്കി ആഴ്വാർ 10 ബാസുരങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഭഗവാന് വേണ്ടി 4000 ദിവ്യപ്രബന്ധത്തിൽ പാടിയിരിക്കുന്നു. പ്രധാനമായും ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാരമായ വരാഹാവതാരം ഉദ്ഭവിച്ച ക്ഷേത്രമാണിത്. മനുഷ്യർ പുണ്യനദികളിൽ നീരാടി പാപങ്ങൾ മാറ്റുന്നു. എല്ലാ പുണ്യനദികളും കാവേരിയിൽ ചേർന്ന് പാപങ്ങൾ കളയുന്നതിനാൽ പാപപങ്കിലിയായ കാവേരി നദി ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീമന്നാരായണനെ പൂജിച്ച് തന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ സ്ഥലമാണിത്. അതിനാൽ ഈ പ്രദേശം സംഗമക്ഷേത്രം എന്നറിയപ്പെടുന്നു. ചന്ദ്രൻ തന്റെ ശാപനിവൃത്തിക്കായി ഇവിടെ പെരുമാളെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. നവഗ്രഹങ്ങളിൽ കേതുദോഷ പരിഹാര സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. പുരാണപ്രകാരം നന്ദക ഋഷിയും ദേവന്മാരും ഇവിടെ ശിവഭഗവാനെ പൂജിച്ച് ദർശനം ലഭിച്ചതിനാൽ ഈ പ്രദേശം തിരുക്കൂടലൂർ എന്നറിയപ്പെട്ടു. നന്ദക ഋഷിയുടെ മകൾ ഉഷ ഇവിടെ ഭഗവാന് മലർസേവ ചെയ്തിരുന്നതായും അവളോട് പ്രിയം തോന്നി ചന്ദ്രകുല മന്നൻ വിശ്വജിത്ത് അവളെ വിവാഹം ചെയ്തെന്നും പിന്നീട് സ്വന്തം മന്ത്രിമാരുടെ ദുഷ്പ്രചരണത്താൽ ഭാര്യയെ പിരിഞ്ഞപ്പോൾ ഭഗവാൻ അവരെ വീണ്ടും കൂട്ടിച്ചേർത്ത കാരണത്താൽ ഈ പ്രദേശത്തിന് കൂടലൂർ എന്ന സ്ഥലനാമം വന്നു എന്നൊരു കഥയുമുണ്ട്. അതിനാൽ പിരിഞ്ഞിരിക്കുന്ന ദമ്പതികളെ ഒന്നുചേർക്കുന്ന ക്ഷേത്രം എന്നൊരു ഖ്യാതിയുമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ഹിന്ദു ഐതിഹ്യപ്രകാരം ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയിൽ ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ശല്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അസുരനോട് എതിർത്ത ഭൂമി ദേവിയെ അസുരൻ കവർന്നെടുത്ത് പാതാളത്തിൽ ഒളിച്ചു. നന്ദക മഹർഷിയും ദേവന്മാരും ഈ സ്ഥലത്തെത്തി ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണുവിനെ പൂജിച്ചു. അവർക്ക് ദർശനം കൊടുത്ത ഭഗവാനോട് അവർ അസുരനെ പറ്റി പരാതിപ്പെട്ടു. ഭഗവാൻ വരാഹാവതാരം എടുത്ത് ഭൂമിയെ തുറന്നുകൊണ്ട് പാതാളത്തിലെത്തി അസുരനെ നിഗ്രഹിച്ച് ഭൂമിദേവിയെയും കൊണ്ട് പുറത്തു വന്നു. ഭഗവാൻ വരാഹാവതാരമായി ആദ്യ കാലടി എടുത്തുവെച്ച് ഭൂമി തുറന്ന സ്ഥലം ഇവിടെയും ഭൂമിദേവിയുമായി ഭൂമിക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന സ്ഥലം ശ്രീമുഷ്ണം പെരുമാൾ കോവിലുമാണ്. അതിനാൽ ഭഗവാന് ജഗത് രക്ഷകൻ, വയ്യംകൊണ്ട പെരുമാൾ എന്നെല്ലാം നാമം വന്നു. തിരുമങ്കി ആഴ്വാർ ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ പുകുന്ത ഊർ എന്നാണ് പാടിയിരിക്കുന്നത്. അതായത് ഭൂമി തുറന്ന് ഉള്ളിൽ പോയ സ്ഥലം. മൂലവരുടെ സന്നിധിക്കുള്ളിൽ ഭഗവാന്റെ ഇരു പാദങ്ങൾക്കും നടുവിൽ ഒരു വിടവുണ്ട്. അതാണ് ഭൂമി തുറന്ന് പോയ സ്ഥലമെന്നും ഭൂമിയുടെ നടുഭാഗം സെൻട്രൽ പോയിന്റ് ആണ് അതെന്നുമാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തെപ്പറ്റി ബ്രഹ്മാണ്ഡ പുരാണത്തിലും പത്മപുരാണത്തിലും പരാമർശങ്ങളുണ്ട്. വേറൊരു ഐതിഹ്യം, ശ്രീരാമാവതാരത്തിന് മുമ്പേ സൂര്യവംശം ഭരിച്ചിരുന്ന രാജാവാണ് അംബരീഷ്. അദ്ദേഹം വിഷ്ണു ഭഗവാനോടുള്ള തീവ്രഭക്തിയാൽ തന്റെ പടയുടെ മേൽ ശ്രദ്ധ ചെലുത്താതിരുന്നതിനാൽ അദ്ദേഹത്തിന് രാജ്യം നഷ്ടമായി. രാജ്യാധികാരം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ഭക്തിയിൽ കുറവ് വരുത്താതെ വ്രതങ്ങളെടുത്തും പൂജകൾ ചെയ്തും കഴിഞ്ഞു വന്നു. ഒരു നാൾ ഏകാദശി വ്രതമെടുത്തതിനു ശേഷം പാരണ വീട്ടേണ്ട മുഹൂർത്തത്തിൽ ദുർവാസാവ് മഹർഷി അവിടെ വന്നെത്തി. അതിഥി സൽക്കാരത്തിന്റെ ഭാഗമായി ദുർവാസാവ് മഹർഷിയെ അദ്ദേഹം നീരാടി വരാൻ നിർദ്ദേശിച്ചു. മഹർഷിയാകട്ടെ മനഃപൂർവ്വം സമയം വൈകിച്ചു. കൃത്യസമയത്ത് പാരണ വീട്ടിയില്ലെങ്കിൽ വ്രതപുണ്യം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ അംബരീഷ് മഹാരാജാവ് തുളസിയിലിട്ട ജലം പാനം ചെയ്ത് പാരണ വീട്ടി. ഇത് കണ്ടുകൊണ്ടുവന്ന ദുർവാസാവ് മഹർഷി അതിഥി സൽക്കാരത്തിലെ കുറവിന് അംബരീഷ് രാജാവിനെ ശപിച്ചു. രാജാവ് ഇവിടെ ഭഗവാനെ അഭയം പ്രാപിച്ചു. തന്റെ ഭക്തനെ അപമാനിക്കുന്നത് ആരായാലും ശരി, അവർ ഭഗവാന്റെ കോപത്തിനിരയാവും എന്നതിനാൽ ഭഗവാൻ തന്റെ സുദർശന ചക്രം ദുർവാസാവ് മഹർഷിക്ക് നേരെ അയച്ചു. ദുർവാസാവ് സത്യലോകത്തിലും കൈലാസത്തിലുമെത്തി രക്ഷയാചിച്ചെങ്കിലും എല്ലാവരും കൈവിട്ട് അദ്ദേഹം മടങ്ങിയെത്തി ഭഗവത് പാദത്തിൽ അഭയം പ്രാപിച്ചു. തന്റെ തെറ്റിൽ പശ്ചാത്തപിച്ച ദുർവാസാവ് മഹർഷി രാജാവിനോടും ഭഗവാനോടും മാപ്പപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് നന്ദിപൂർവ്വം അംബരീഷ് മഹാരാജാവ് ഭഗവാന് ഇവിടെ വലിയൊരു ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ തന്റെ സുദർശന ചക്രം പ്രയോഗചക്രമാക്കി മാറ്റിക്കൊണ്ട് അയക്കാൻ റെഡിയാക്കി വെച്ച പോലെയാണ് പ്രതിഷ്ഠ. സാധാരണ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ വിരലുകളിൽ സുദർശന ചക്രമുള്ളത് പോലെയല്ല പ്രയോഗചക്രം എന്ന് പറയുന്നത്. അത് ഏതു നേരത്തും അയക്കാൻ തയ്യാറായതുപോലെയാണ് വിരലുകൾ വെച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ വഴിപാട് ചെയ്യുന്നവർക്ക് സുദർശന ചക്രത്തിന്റെ രക്ഷയുണ്ടാവും എന്നാണ് വിശ്വാസം. വേറൊരു ഐതിഹ്യം, ഈ ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന ഒരു തത്തക്കിളി ദിനവും ഒരു ഞാവൽപ്പഴം പറിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഹരി ഹരി എന്നുച്ചരിച്ചിരുന്നു. ഒരു നാൾ തത്ത ഞാവൽപ്പഴം പറിക്കുമ്പോൾ ഒരു വേടൻ കിളിയെ അമ്പെയ്തതും കിളി ഹരിനാമം ഉച്ചരിച്ചുകൊണ്ട് താഴെ വീണു. ഇത് കേട്ടതും ഇതിൽ അസ്വാഭാവികത തോന്നിയ വേടൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു.
ഭഗവാൻ പക്ഷിക്ക് ദർശനം കൊടുത്ത് കഴിഞ്ഞ ജന്മത്തിൽ കിളി ഒരു പണ്ഡിതനായിരുന്നെന്നും പാണ്ഡിത്യത്തിൽ ഗർവുണ്ടായതിനാലാണ് ഈ ജന്മത്തിൽ കിളിയായി ജനിച്ച് തന്റെ നാമം മാത്രം ഉച്ചരിക്കാൻ ഇടയാക്കിയതെന്നും പറഞ്ഞ് കിളിക്ക് മോക്ഷം കൊടുത്തു. അതിനാൽ തന്നെ മനുഷ്യ മനസ്സിലെ അഹങ്കാരം അകറ്റി മോക്ഷമരുളുന്ന പുണ്യക്ഷേത്രമാണിത്. അംബരീഷ് മഹാരാജാവ് നിർമ്മിച്ച ക്ഷേത്രം കാലപ്പോക്കിൽ കാവേരി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ച് മണ്ണിനടിയിലായി. പിന്നീട് മധുര ഭരിച്ചിരുന്ന റാണി മങ്കമ്മാളുടെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ക്ഷേത്രം മണ്ണിനടിയിലുണ്ടെന്നും ക്ഷേത്രം പുനർനിർമ്മാണം നടത്താനും ഉത്തരവിട്ടതായാണ് പറയുന്നത്. റാണി സ്വപ്നത്തിലെ സൂചന വെച്ച് ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചെങ്കിലും ക്ഷേത്രം എവിടെ നിർമ്മിക്കണം എന്നതിനെക്കുറിച്ചൊരു മനക്കുഴപ്പം നേരിട്ടപ്പോൾ വിഗ്രഹത്തിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടെന്നും അത് നിന്ന സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു എന്നുമാണ് പറയുന്നത്. അംബരീഷ് മഹാരാജാവിന്റെ രഥം ശരിയാക്കിയെടുത്ത് 1940 വരെ ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരുന്നതായി വിവരങ്ങളുണ്ട്. ക്ഷേത്രത്തിലെ തൂണിൽ ഒരിടത്ത് റാണി മങ്കമ്മാളുടെയും മന്ത്രിമാരുടെയും ശില്പങ്ങളുണ്ട്. ഏകദേശം 1500 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 5 നില രാജഗോപുരത്തോടും കൂടി കാണപ്പെടുന്ന തിരുക്കൂടലൂർ ജഗദ്രക്ഷക പെരുമാൾ കോവിൽ 7-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇടക്കാല ചോഴന്മാരുടെ അവസാന കാലത്ത് നിർമ്മിച്ചതായാണ് കണക്കാക്കുന്നത്. പിന്നീട് വിജയനഗര സാമ്രാജ്യ അധിപതികളും മധുര നായ്ക്കന്മാരും ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലവൃക്ഷമായ പ്ലാവിന്റെ കൊമ്പ് കരുവറ ചുമരിൽ തട്ടുന്നതിനാൽ ക്ഷേത്ര അധികാരികൾ അത് മുറിച്ചുമാറ്റിയപ്പോൾ അതിശയകരമായ ഒരു ശംഖിന്റെ രൂപം പ്ലാവ് മരത്തിൽ ഉത്ഭവിച്ചത് കണ്ട് എല്ലാവരും സ്തബ്ധരായിപ്പോയി. ഭക്തന്മാർക്കത് തിരിച്ചറിയാനായി അതിൽ ചന്ദനം പൂശി വെച്ചിരിക്കുന്നു. കൂടലൂർ ജഗദ്രക്ഷക പെരുമാൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം കൊടിമരം, ബലിപീഠം, ഗരുഡസന്നിധി. മുഖമണ്ഡപത്തിൽ ഇടതുഭാഗത്ത് ചക്രത്താഴ്വാർ നരസിംഹർ പ്രതിഷ്ഠയും വലത് ഭൂവരാഹ പെരുമാൾ ശില്പവുമാണ്. ഇവിടെ പ്രധാന കരുവറയിൽ ശുദ്ധസത്വ വിമാനത്തിന് കീഴിൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീമൻ മഹാവിഷ്ണു, ജഗദ്രക്ഷക പെരുമാൾ, വയ്യങ്കൊണ്ട പെരുമാൾ എന്നീ നാമങ്ങളിൽ കയ്യിൽ പ്രയോഗചക്രത്തോടെ ഭൂദേവി ശ്രീദേവി സമേതനായി കിഴക്ക് ദർശനമായി അരുൾ പാലിക്കുന്നു. പ്രത്യക്ഷം നന്ദകഋഷി. ഭഗവാന്റെ കാൽപാദത്തിനടിയിൽ ഐതിഹ്യപ്രകാരം ഒരു വിടവുണ്ട്. ഉത്സവമൂർത്തി ചെങ്കോലോടെ ജഗദ്രക്ഷകനായി നിൽക്കുന്നു. കുടുംബ ഒരുമയ്ക്കും ഐശ്വര്യത്തിനും ഭക്തർ 16 വാരം കൽക്കണ്ടവും വെണ്ണയും ഭഗവാന് നിവേദിക്കുന്നു. ദേവി ശ്രീ മഹാലക്ഷ്മി പ്രത്യേക വിമാനത്തിന് കീഴിൽ പത്മാസിനി, പുഷ്പകവല്ലി എന്നീ നാമങ്ങളിൽ മേൽക്കരങ്ങളിൽ താമരയോടുകൂടി തെക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. സന്താന ഭാഗ്യത്തിന് ഭക്തർ ദേവിക്ക് വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. പ്രധാന ദേവതകളെ കൂടാതെ പ്രകാരത്തിൽ പിള്ളെ ലോകാചാര്യർ, ശ്രീ ആളവന്താർ, ശ്രീ മണവാള മാമുനികൾ, ശ്രീ രാമാനുജർ, തിരുമങ്കയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ നാച്ചിയാർ എന്നിവർക്കും സന്നിധികളുണ്ട്. ക്ഷേത്രവൃക്ഷം പ്ലാവുമരം. ക്ഷേത്രതീർത്ഥം ചക്രതീർത്ഥം, കാവേരി നദി. വൈകാനസ ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശി ബ്രഹ്മോത്സവം 10 നാൾ, നവരാത്രി, വൈകുണ്ഠ ഏകാദശി, മാർഗഴി പൗർണമിയിൽ ശ്രീസൂക്ത ഹോമം, രഥോത്സവം എന്നിവയും ക്ഷേത്രത്തിൽ ഗംഭീരമായി ആഘോഷിക്കുന്നു. പൂജാസമയം രാവിലെ 7:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 22 കിലോമീറ്റർ, സ്വാമിമലയിൽ നിന്ന് 18 കിലോമീറ്റർ, തിരുവയ്യാറിൽ നിന്ന് 7 കിലോമീറ്റർ, അയ്യമ്പേട്ടയിൽ നിന്ന് 6 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അയ്യമ്പേട്ട, കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.